പൂച്ചകൾ ഹീറ്റാവുന്നൊരു ടൈമുണ്ട്. അതെ, ഇപ്പോൾ ഞാനൊരു പൂച്ചനെ കാണിച്ചു തരാം. നല്ല ഹീറ്റായി നിൽക്കുന്ന, ഇപ്പം മാറ്റ് ചെയ്യാൻ കിട്ടിയ ആരും മാറ്റ് ചെയ്യുന്ന ഒരു പൂച്ചനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കളിക്കണ്ടെന്നോ? ഞാൻ കളിക്കണ്ട എങ്ങനെ? എനിക്കെന്ന് കളിക്കണം, കളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടി. ഇവളാണ് ആള്. എങ്ങനെ അറിയാൻ പറ്റും? ഇതേപോലെ കടന്നു ഉരുളും. മാത്രമല്ല, ആരെങ്കിലും തൊട്ടാൽ ബാക്ക് ഇതേപോലെ ഇങ്ങനെ പൊക്കി കാണിച്ചു തരും. കേൾക്കുന്നുണ്ടോ? ഇതുപോലെ പൊക്കി കാണിച്ചു തരും. ഇവിടെ ഒരാണ് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഇവനെ കൊണ്ടൊന്നിനും വയ്യ. കുറേ നേരം ഇങ്ങനെ നിൽക്കൊണ്ട് ആൾ ക്ഷീണിതനാണ്. ഇതേപോലെ ഇവളിങ്ങനെ കടന്നു ഉരുളും. പിന്നെ ഒരു സൈസ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ടൈമിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ചാരി നിൽക്കും. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വന്ന് ഇങ്ങനെ ചാരി നിൽക്കും, കടന്നുരുളും. ഇത് അവിടെ നിൽക്കണത് ഒരു ഉപകാരമില്ലാത്തൊരു സാധനം. ഇവളിപ്പോൾ അത് എന്തെങ്കിലും ആശിച്ചിട്ടാണ് ഈ കിടക്കുന്നത്. കാരണം മാറ്റിങ്ങിനുള്ള ടൈമായി കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് മുന്നിൽ കടന്നു കൊടുക്കും. ചോനൊരു മെയിൻറ്റെയിൻ ചെയ്യണില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇത് കുറച്ചു നേരം കാത്തുകടി ആരെങ്കിലും വരാതിരിക്കില്ല. ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ആളുകൾ സിംഗിൾ ആയിട്ടുള്ള പെൺപൂച്ചയെ അവർക്ക് മാറ്റിങ്ങിൻ്റെ ടൈം ആയാൽ പോലും ആരും മെയിൻ ചെയ്യാറില്ല. അതങ്ങനെയാണ് മുരടിച്ച് പോകുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തുടങ്ങിക്കുന്നത് ഞാൻ എന്തായാലും ശല്യപ്പെടുത്തുന്നില്ല. നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. ചെറുതായിട്ട് നോക്കി നോക്കാം. പൂച്ചകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വർഷത്തിൽ 10-12 തവണ ഹീറ്റാവും. പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3-4 പ്രാവശ്യം ഹീറ്റാവും. ആ ടൈമിൽ നിങ്ങൾ കൃത്യമായി അതിനൊരു ആൺപൂച്ചയെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് നല്ല കൊച്ചുങ്ങൾ, നല്ല അടിപൊളി സൂപ്പർ കൊച്ചുങ്ങൾ കിട്ടും ചെയ്യും. ആ പൂച്ചക്കാണെങ്കിൽ അതൊരു ആശ്വാസമാവും ചെയ്യും. മനസ്സിലായില്ല? അല്ലാതെ അങ്ങനെ മുരടിച്ച് പോകുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങളതിനെ പീഡിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം. എൻ്റെ കയ്യിലും ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കൃത്യ ടൈമിൽ അതിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോയി നമ്മൾ മാറ്റ് ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ തൊട്ടപ്പുറത്തൊരു ഫിലിപ്പീനോ ലേഡി വളർത്തുന്ന നല്ലൊരു ആൺപൂച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിരുന്നു കൊണ്ടായിരുന്നു. അവൾ അതിനെ നല്ല സൂപ്പറായിട്ട് മാറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് തിരിച്ചു തരും ചെയ്യും. നല്ല അതേപോലത്തെ പൂച്ച കുട്ടികൾ നമുക്ക് കിട്ടും ചെയ്യും. 3-4 കുട്ടികളൊക്കെ ഒരുമിച്ച് കിട്ടിയിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടറിയും. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈക്കോളജി അറിയുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. മാറ്റിങ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുകൂടി ചീറും. പിന്നെ അത് കഴിഞ്ഞാൽ പെൺപൂച്ച കടന്ന് അങ്ങനെ ഉരുളും. ഒരു 5-10 മിനിറ്റോളം കടന്ന് ഉരുളും. ആ മണ്ണിലോ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ കടന്നിങ്ങനെ ഉരുളും. ആൺപൂച്ച ഒന്ന് വിട്ടു നിൽക്കും. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ മാറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആയി. ഇനി ഒരു 2 മാസം കഴിഞ്ഞാൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 65 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി റെഡിയാണ്. പൂച്ച കുട്ടികൾ റെഡിയാണ്. ഇതുള്ളൂ, ഇതാണ് പച്ച. അത്രേ ഉള്ളൂ. ഇനി വേറെ ആർക്കും പോകില്ല. ഇനി അവനെ കണ്ട മെയിൻറ്റിയെ പോലും ഇല്ല, കണ്ടെടുത്ത് വെച്ച് ആട്ടിയടിക്കും. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞില്ല, കടന്നു ഉരുളും. മേറ്റിങ് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റോളം കടന്നു ഉരുളും. അത് കഴിഞ്ഞ് ആൾ ശാന്താവും. പിന്നെ ആൾ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ വളർത്തുന്ന പൂച്ചയൊന്നുമല്ല, വഴിയിൽ നിന്ന് കണ്ടതാണ്. പൂച്ചകളുടെ ലൈഫ് എനിക്ക് അറിയുന്നതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും പെൺപൂച്ചകളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റിങ്ങിൻ്റെ ടൈമായ കൃത്യ ടൈമിന് അതിന് വേണ്ട പൂച്ചയെ സെറ്റാക്കി കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തായാലും ആശാന്റെ കഴിഞ്ഞൂടാ. ഹനുമാനല്ലടാ, സുലൈമാൻ തന്നെ. വിചാരിച്ച മാതിരി അല്ല. ഒരു താങ്ക്സ് പറഞ്ഞു പോടാ.